പരീക്ഷയിലെ പരാജയം ഭയന്ന് തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലേക്ക് നാടുവിട്ട കോളേജ് വിദ്യാർത്ഥിനിക്ക് രക്ഷകരായത് രണ്ട് KSRTC ജീവനക്കാർ. ഒരുപാട് വർഷങ്ങളായി പല ബസ്സുകളിൽ ഒരുമിച്ച് ജോലി ചെയ്തിരുന്ന കണ്ടക്ടർ സജി മോസസും ഡ്രൈവർ അനിൽകുമാറിനും കഴിഞ്ഞ ബുധനാഴ്ച തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലേക്കായിരുന്നു ട്രിപ്പിന് ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് 2 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട KSRTC ബസ് വൈകിട്ട് 5:30 തെങ്കാശിയിലെത്തുകയും ചെയ്തു. അടുത്ത ട്രിപ്പ് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് അവരവിടെ വിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് തൊട്ട് മുൻപ് തിരുവനന്തപുരത്ത് നിന്ന് അവർ വന്ന ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടി തെങ്കാശിയിലെ ബസ് സ്റ്റാൻഡിൽ അലക്ഷ്യമായി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ അറിയാത്ത പല ആളുകളും ഇവരോട് വന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. ഈ കുട്ടി വിതുമ്പുന്നത് പോലെ തോന്നിയപ്പോൾ അവരടുത്ത് ചെന്ന് കാര്യം തിരക്കി. എന്തിനാണ് തെങ്കാശിയിൽ വന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തെങ്കാശി കാണാൻ വന്നതാണെന്ന്. ഈ രാത്രി എവിടെ പോയി എന്ത് കാണാനാണെന്ന് ചോദിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി മനസ്സ് തുറക്കുന്നത്. താൻ കോളേജ് വിദ്യാർത്ഥിനിയാണെന്നും ഇന്ന് തനിക്ക് പരീക്ഷയുണ്ടായിരുന്നെന്നും പാസ്സാകാൻ യാതൊരു സാധ്യതയുമില്ലാത്തതുകൊണ്ട് ഭയന്ന് തിരുവനന്തപുരത്തുനിന്ന് എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതി ബസ് സ്റ്റാൻഡിലേക്ക് വന്നതാണെന്ന് പറഞ്ഞു. അവിടെ കണ്ട തെങ്കാശി ബസ്സിൽ കയറിയതാ ഇവിടെ വരെ എത്തി, ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് വിതുമ്പിക്കൊണ്ട് ആ കുട്ടി പറയുകയും ചെയ്തു. സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഉടനെ തന്നെ അവർ പോലീസിൽ വിവരം അറിയിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതിനും ആ കുട്ടി തയ്യാറായില്ല. വീട്ടുകാരെ അറിയിക്കാനും ആദ്യം വിസമ്മതിച്ചെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ വീട്ടിലുള്ളവരെ വിവരം അറിയിക്കുകയായിരുന്നു. വിതുര സ്വദേശിയായിരുന്നു ആ കുട്ടി. മകളെ കാണാതെ ഹൃദയം പൊട്ടിയിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും തെങ്കാശിയിൽ നിന്ന് വന്ന ആ ഒരു ഫോൺ കോൾ ജീവവായു പോലെയായി. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം ഈ പെൺകുട്ടിയെ അടുത്ത ട്രിപ്പിൽ തന്നെ ബസ്സിൽ കയറ്റി ഇവരുടെ ഒരു ശ്രദ്ധ കിട്ടുന്ന രീതിയിൽ തന്നെ മുൻപിലുള്ള സിംഗിൾ സീറ്റിലൊക്കെ ഇരുത്തി വിശന്ന് തളർന്ന ആ കുട്ടിക്ക് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സും വെള്ളവും ഒക്കെ കൊടുത്ത് സമാധാനത്തോടെ തിരുവനന്തപുരത്ത് എത്തിച്ചു. സുരക്ഷിതയായി അവളെ അച്ഛനും അമ്മയ്ക്കും കൈമാറിയെന്ന് മാത്രമല്ല, പരീക്ഷയുടെ പരാജയമൊന്നും ജീവിതത്തിലെ ഒരു സംഭവമേ അല്ല, അതുകൊണ്ട് അവരോട് വഴക്ക് പറയരുത് എന്നൊക്കെ പറഞ്ഞ് ചട്ടം കെട്ടിയിട്ടുമാണ് അവിടെ നിന്ന് അവർ പിരിഞ്ഞത്. പല കാരണങ്ങളാൽ അസമയത്ത് അറിയാത്ത സ്ഥലങ്ങളിൽ അകപ്പെട്ടു പോകുന്ന പെൺകുട്ടികളുടെ അരികിലേക്ക് വരുന്ന അപരിചിതരെല്ലാവരും ഈ KSRTC ജീവനക്കാരായ സജി മോസസിനെയും അനിൽകുമാറിനെയും പോലെ ആയിരുന്നെങ്കിലെന്ന് അറിയാതെ ആശിച്ചു പോവുകയാണ്.